അമ്മേ, 4 പേര് ഒരുമിച്ചുണ്ടല്ലോ. എന്തോ പ്ലാനും കൊണ്ടാ വന്നേക്കണേ. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? എനിക്കറിയാലോ നിങ്ങളെ കണ്ടാലേ. അല്ല, എന്താ കാര്യം? വേഗം പറ. അമ്മേ, കുറച്ച് ബ്രൗണിയോ ഫ്രൂട്ട് സലാഡോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരാമോ? ബ്രൗണീസോ? എടി, അതിന് ക്രിസ്മസ് കേക്ക് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് കഴിച്ചാ പോരെ? ഞങ്ങൾക്ക് തിന്നാനല്ല, വിൽക്കാനാണ്. വിൽക്കാനോ? ആർക്ക്? ഞങ്ങള് വിൽക്കാൻ പോവാ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? മര്യാദക്ക് പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ, എന്റെ ക്ലാസ്സിലെ ആൻമേരിയും അവരുടെ അമ്മയും കൂടി ക്രിസ്മസ് ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ദേ നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. നല്ല പൈസയും കിട്ടി. ഞങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങളെ ബ്രൗണിയും ഫ്രൂട്ട് സലാഡും വിറ്റോളാം. എനിക്ക് തോന്നി 4 കൂടി വന്നപ്പോ എന്തോ ഒരു പണി ഒപ്പിക്കാനാണെന്ന്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ വിചാരിക്കണ അത്ര ഈസി ഒന്നും അല്ല മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വിൽക്കല്. അപ്പൊ ആൻമേരി വിറ്റല്ലോ. അത് ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും. നിങ്ങളിപ്പോ ഈ കേക്കും ഈ ഫ്രൂട്ട് സലാഡൊക്കെ വിൽക്കാൻ പോയി ആരെങ്കിലും വാങ്ങണ്ടേ? അതുപോലെ നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളെ പറ്റിക്കും. അവര് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ഗീതേ. അച്ഛൻ വന്നോ? അച്ഛൻ അമ്മേനോടൊന്ന് പറ അച്ഛാ. ആ മാർക്കറ്റിലെ ഒരു സ്റ്റാൾ ഇട്ടിട്ട് ആൻമേരിയും അവരുടെ അമ്മയും കൂടി ഈ സാധനങ്ങളൊക്കെ വിറ്റത്. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ മിസ്സിനോടൊക്കെ പറയാലോ. ആൻമേരി അമ്മയും ഈ ക്രിസ്മസ് സ്റ്റാൾ ഇട്ട് വിൽക്കുന്നത് ഞാനും കണ്ടിരുന്നു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആകട്ടെ. അവര് പോട്ടെ ഗീതേ. അതൊക്കെ വേണോ മാധവൻ ചേട്ടാ? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരല്ലേ. നീ കുറച്ച് ബ്രൗണീസോ ഫ്രൂട്ട് സലാഡോ ഒക്കെ ഉണ്ടാക്കി കൊടുക്ക്. അവര് ചെയ്ത് നോക്കട്ടെ. റോട്ടിൽ പോയി സാധനങ്ങളൊക്കെ കുട്ടികൾ വിൽക്കാന്ന് വെച്ചാ എനിക്ക് എന്തോ പോലെ. പേടിക്കണ്ട, കുറച്ചങ്ങോട്ട് മാറിയല്ലേ എന്റെ പലചരക്ക് കട ഉള്ളത്. ഞാനിടക്ക് പോയി ഇവരെ കണ്ടോളാം. അവരുടെ ഒരു ആഗ്രഹമല്ലേ, അവര് ചെയ്യട്ടെ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് ബ്രൗണി ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കി തരും. അത് വിറ്റിട്ടേ പിന്നെ ഇങ്ങോട്ട് വരാവൂ. അമ്മേ, നിങ്ങൾ പറഞ്ഞ പോലെ ബ്രൗണി ഫ്രൂട്ട്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിറ്റാൽ മതി കേട്ടോ. ഹായ്, നോക്കട്ടെ, കാണാൻ നല്ല രസമുണ്ട്. കണ്ടിട്ട് കൊതി വരുവാ. നമുക്ക് കുറച്ച് തിന്നിട്ട് കൊടുക്കാം. ബെസ്റ്റ്. നല്ല ആൾക്കാരെ ഇത് വിൽക്കാൻ പോണേ. അങ്ങനെ തിന്നിട്ട് വിൽക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാശൊന്നും കിട്ടൂലല്ലോ. അമ്മ, ഇത് എത്ര രൂപക്കൊക്കെയാ വിൽക്കണ്ടേ? ബ്രൗണി ഞാനിപ്പോ ചെറിയ പീസാക്കുമല്ലോ. ഒരെണ്ണം ഒരു 20 രൂപക്ക് കൊടുത്താൽ മതി. പിന്നെ ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാ, അതുകൊണ്ടേ 50 രൂപക്ക് ഒരു പ്ലേറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇതിന് 50, ഇതിന് 20. ഓക്കെ. കിട്ടണ കാശ് ഞങ്ങൾ ടൂർ പോകും. ടൂർ ഒന്നും വേണ്ട, ടോയ്സ് വാങ്ങിയാൽ മതി. ആദ്യം നിങ്ങൾ ഇതെല്ലാം പോയി വിറ്റിട്ട് വാ. പിന്നെ ഉണ്ടല്ലോ, തണലത്ത് നിന്ന് വിറ്റാൽ മതി. അച്ഛൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇടക്കിടക്ക് വരുമല്ലോ. സൂക്ഷിക്കണേ, പല ആൾക്കാരും നിങ്ങളെ പറ്റിക്കാൻ നോക്കും. എത്ര നേരം നിൽക്കുന്നു? ആരും ഇതൊന്നും വാങ്ങാൻ വരുന്നില്ലല്ലോ. പഴം, പച്ചക്കറി, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. പഴം, പച്ചക്കറി, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. പഴം, പച്ചക്കറി, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. ചേട്ടാ, ആപ്പിൾ എന്താ വില? ആപ്പിൾ കിലോ 200 രൂപ. 1 കിലോ എടുത്തോ. ഇന്നാ ചേട്ടാ 1 കിലോ ആപ്പിൾ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ആ ചേട്ടൻ പഴം, ആപ്പിൾ, ഓറഞ്ച് എന്ന് പറഞ്ഞ അലറിയിട്ടാ കസ്റ്റമർ ഒന്ന് വാങ്ങിച്ചേ. അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. അല്ല മക്കളെ, നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് മാത്രം ഒരു സ്റ്റാൾ ഇട്ടതാ. പക്ഷെ ആരും വാങ്ങാൻ വരുന്നില്ല. ആണോ? കൊള്ളാലോ. എന്തൊക്കെ ഐറ്റംസ്? രണ്ടും ഓരോന്നെടുത്തോ. കൊള്ളാലോ മക്കളെ, 2 ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര രൂപയാ? ബ്രൗണിക്ക് 20, ഫ്രൂട്ട്സിന് 50, മൊത്തം 70 രൂപ. ഇന്ന കാശ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ കച്ചവട. നോക്ക് ചേച്ചി, പൈസ കിട്ടി. താങ്ക് യു ചേട്ടാ. നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ കൊള്ളാം മക്കളെ. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഇത് സെയിലാകൂല. പിന്നെ എന്ത് ചെയ്യണം ചേട്ടാ? ഞാനിവിടെ കച്ചവടം നടത്തുന്ന കണ്ടില്ലേ. നമ്മുടെ കടയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ചിലപ്പോ അത് കേട്ട് ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് വാങ്ങാം. അത് ശരിയാ, ഞങ്ങൾ കണ്ടായിരുന്നു ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോ കസ്റ്റമർ വന്നത്. നിങ്ങളെങ്കിൽ അങ്ങനെ ചെയ്തു നോക്ക്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എന്റെ കടയിൽ തൊട്ടടുത്തുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു തന്നത് നല്ല ഐഡിയ. പക്ഷെ നമ്മൾ എങ്ങനെ കൂക്കി വിളിക്കുക? എനിക്ക് നാണാകുന്നു. എനിക്കൊരു നാണമില്ല. ഞാൻ വിളിക്കാം. ദൈവമേ, കുണിക്കിനെ കൊണ്ട് തോറ്റു. ആഹാ, കൊള്ളാലോ. മോള് വിളിക്കാൻ പഠിച്ചു പോയല്ലോ. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പച്ചക്കറിയേ. 1 കിലോ 100, 1 കിലോ 100. എടി കുണിക്ക്, നീ ഇങ്ങ് വാ. ദൈവമേ, ആൾക്കാർ കേട്ട് ചിരിക്കുമല്ലോ. നല്ല രസമുണ്ട്. ആൾക്കാർ ഇപ്പൊ ഓടി വരും. മോൾ അങ്ങനെ എന്നെ വിളിച്ചോ. ഫ്രൂട്ട് സലാഡോ? നോക്കട്ടെ. കൊള്ളാലോ. ഒരെണ്ണം എടുത്തോ. ആഹാ, 50 രൂപയ്ക്ക് ഇത് ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. കൊള്ളാലോ. ഇന്നാ മോനെ പൈസ ഈ കുട്ടി പിടിച്ചോ. ഈ കുട്ടിയുടെ വില കേട്ടാ ഞാൻ സാധനം വന്ന് വാങ്ങി. താങ്ക് യു. വെൽക്കം ചേച്ചി. എടി കുണിക്ക്, നീയാള് കൊള്ളാലോ. എന്നാ നീയും സെയിൽ ആക്കിക്കോ.
മോളെ 2 ബ്രൗണി എടുത്തോ. ഇന്ന് ആന്റി 2 ബ്രൗണി 40 രൂപ. താങ്ക് യു മോളെ. എടെ കുണുക്ക, ഈ കാശ് നീ വെച്ചോ. നീ വിളിച്ച് കസ്റ്റമറിനെ കൊണ്ടുവന്നതല്ലേ. ഹായ് കാശ്. ആ കൊള്ളാലോ മക്കളെ, ഇത് അങ്കിളിന്റെ കടയിൽ ആരും വരുന്നില്ല. അങ്ങള് വിഷമിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആപ്പിൾ 1 ഓറഞ്ച്. ആ പാവം കുട്ടി, അങ്കിളിനെ ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ, അങ്കിള് വിളിച്ചോളാം. മക്കൾ അവിടെ പോയി നിന്നോ. മക്കളെ, അങ്കിൾ ഇതാ തൊട്ടടുത്ത കടയിൽ ഒന്ന് ചായ കുടിക്കാൻ പോയിട്ട് വേഗം വരാം. ആരെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങാൻ വന്ന അങ്കിൾ ഇപ്പൊ വരുമെന്ന് പറഞ്ഞവരൊന്ന് പിടിച്ചു നിർത്തണേ. ഓക്കെ അങ്ങളെ. നീ പറഞ്ഞത് ശരിയാണല്ലോ ടീയ കുട്ടി. ദേ ആ തെണ്ടി പിള്ളേർ അവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നു. ഞാൻ പറഞ്ഞപ്പോ മമ്മി വിശ്വസിച്ചില്ലല്ലോ. എന്റെ ഫ്രണ്ട് നീനെ വിളിച്ച് പറഞ്ഞതാ. അവരുടെ ഫാദറെ ഇതുവഴി വണ്ടി ഓടിച്ചു പോയപ്പോ ഈ കുട്ടികൾ ഇവിടെ നിന്ന് വിൽക്കുന്ന കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? പറ്റിയ അവസരം ഇവരെ കളിയാക്കാനും അപമാനിക്കാനും. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലോ ടീയ കുട്ടി? വേണം മമ്മി. അവളും മാർക്കിട്ട് 2 പറയണം. ഓക്കെ ടീയ കുട്ടി, ഞാൻ വണ്ടി മാറ്റി പാർക്ക് ചെയ്യട്ടെ. ആരാ വരുന്നുണ്ടല്ലോ. ഏത് കസ്റ്റമർ ആണാവോ? നമ്മുടെ ബ്രൗണീസ് മുഴുവൻ വാങ്ങിയാൽ മതിയായിരുന്നു അല്ലേ. നോക്ക് ടീ കുട്ടി, ഇത്രയും ദാരിദ്ര്യം പിടിച്ച കുട്ടികളെ കൂടിയാണോ നീ സ്കൂളിൽ പഠിക്കുന്നത്? വഴിവക്കി നിന്ന് കച്ചവടം ചെയ്യുന്നു. ഞാൻ കണ്ടു മമ്മി. വെരി ഷെയിം. ഷോ, ഇവർക്ക് ഈ ഗതി വന്നല്ലോ. പാവങ്ങളല്ലേ ടീ കുട്ടി, നമുക്ക് എന്തെങ്കിലും വാങ്ങി സഹായിച്ചേക്കാം. നമ്മളെ പോലുള്ള റിച്ച് പീപ്പിൾ സഹായിച്ചില്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കും? എന്തായിടി നിന്റെയൊക്കെ കച്ചവടം? വെയിലത്ത് നിന്ന് വിഷമിച്ചോ? മാഡം ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണോ അതോ സാധനം വാങ്ങാൻ വന്നതാണോ? എന്തിനാ വന്നേ? ഇത് പബ്ലിക് പ്ലേസ് ആടി കുണുക്കി. ഇവിടെ വരാനായിട്ട് നിന്റെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല കേട്ടോ. പെരുവഴി നിൽക്കുമ്പോഴും ഇവൾത്തുങ്ങളുടെ അഹങ്കാരം കണ്ടില്ലേ? എത്ര രൂപയാ നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന്? അതെന്താ നിങ്ങളറിയണേ? മിണ്ടാതിരിക്കും കുണുക്ക. അച്ഛൻ പറഞ്ഞിട്ടില്ലേ എല്ലാ കസ്റ്റമറിനും ഒരേപോലെ കാണണമെന്ന്. അതുകൊണ്ട് ഇവരോട് ഇനി കൂടുതലൊന്നും പറയണ്ട. ഫ്രൂട്ട്സിന് 50 രൂപ, ബ്രൗണിക്ക് 20. എന്താ നിങ്ങൾക്ക് വേണോ? അയ്യോ എനിക്ക് വേണ്ടേ. ഈ വഴിവക്കിന്ന് മേടിച്ച് തിന്നേണ്ട ഗതിയൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്തിനാ വണ്ടി നേരത്തെ ഇറങ്ങിയത്? വണ്ടി ഇവിടെ ഇറങ്ങി നിർത്തിയത് എന്തിനാന്ന് പറയാം. ഞങ്ങള് പണക്കാരെ ചില പാവങ്ങളെ സഹായിക്കാറുണ്ട്. വഴിയിൽ വെയിലത്ത് നിന്ന് 3-4 കുട്ടികള് വിൽക്കുന്ന കണ്ടപ്പോ സങ്കടം തോന്നി നിർത്തിയതാ. ഇന്നാ ഈ കാശ് വെച്ചോ. ഞങ്ങൾക്ക് വേണ്ട. സാധനം വാങ്ങാതെയുള്ള കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകുമല്ലോ മക്കളെ. ഈ പൈസ വെച്ചോ. ആന്റി, ഞങ്ങൾ മാനോ മര്യാദയ്ക്ക് ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലാതെ ആരുടെ ഔദാര്യം ആവശ്യമില്ല കേട്ടല്ലോ. ഓ, വീട്ടിൽ ഗതിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് ഇവര് സമ്മതിക്കുന്നില്ല ടീയക്കുട്ടി. ഇനിയിപ്പോ ഈ പൈസ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് കൊടുക്കണ്ട മമ്മി, അഹങ്കാരികള്. അങ്ങോട്ട് നടക്ക് ടീയക്കുട്ടി. ശല്യങ്ങൾ ഇവിടെ വന്നു. നമ്മൾ ഇവിടെ സ്റ്റാളിട്ടത് അറിഞ്ഞ് മനഃപൂർവ്വം വന്നതാടി, അല്ലാതെ അറിയാതെ ഇതുവരെ പോയതല്ല. അതുതന്നെ നമ്മളെ കളിയാക്കാൻ വേണ്ടിട്ടാ വന്നേ. അവര് കാശ് മേടിക്കാതെ മമ്മീനെ അപമാനിച്ചല്ലോ. ഇനിയാണ് അവർക്ക് ശരിക്കുള്ള പണി ഞാൻ കൊടുക്കുന്നത്. എന്ത് പണി മമ്മി? ഞാനപ്പുറത്തേക്ക് മാറി നിൽക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ അവരുടെ അടുത്ത് പോയിട്ട് 3-4 ബ്രൗണീസും ആ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കേ. ഞാനിത് കഴിക്കാനോ? പറയട്ടെ ടീയക്കുട്ടി, നീ കഴിക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങണം. ഒന്നിനും ടേസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് താഴത്തേക്ക് വലിച്ചെറിയണം. എന്നിട്ട് കയ്യിൽ കാശില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനിവിടെ മാറി നിൽക്കാം. അത് ഞാൻ ഏറ്റു മമ്മി. പിന്നെ വന്നു. എടി ടീയെ, നിനക്ക് എന്താ വേണ്ടത്? ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? തല്ലു പിടിക്കാനൊന്നും ഞങ്ങൾക്ക് നേരെയില്ല. നീ പോയേ. തല്ലു പിടിക്കാനൊന്നും അല്ല, ഞാൻ സാധനം വാങ്ങാൻ വന്നതാ. ആ ബ്രൗണി 4. ഇവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കില്ല എന്ന് പറഞ്ഞല്ലേ നിന്റെ മമ്മീനെ കൂടി നീ ഇപ്പൊ പോയത്. പിന്നെ നീ മാത്രം തന്നെ തിരിച്ചു വന്നേ. എന്റെ ക്ലാസ്സിലെ കുട്ടിയല്ലേ നീതുമോള്. അവളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേ? മമ്മേനോട് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ മമ്മയാ പറഞ്ഞത് പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ. ഓ പിന്നെ നീ പറയണത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്നാൽ സാധനം ചോദിച്ചാൽ കൊടുക്കാം. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കസ്റ്റമറിനും ഒരേപോലെ കാണണമെന്ന്. അതുകൊണ്ട് നിനക്ക് ബ്രൗണീസ് തരാം. ഇന്ന 4 ബ്രൗണീസ് ഉണ്ട്. 4 എണ്ണത്തിനും കൂടി 80 രൂപ. 2 ഫ്രൂട്ട് സലാഡും എടുത്തോ. 2 ഫ്രൂട്ട് സലാഡ് 100. അപ്പൊ 100 80 മൊത്തം 150. കാശ് എത്ര വേണമെങ്കിലും തരാം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യേ, ഒരു കാശിനും കൊള്ളില്ലാത്ത ബ്രൗണി കഴിക്കുന്നു. ചീന ഫ്രൂട്ട്സ്. ഒരു ഫ്രൂട്ട്സ്, കേടായ ഫ്രൂട്ട്സ് ആണോ വിൽക്കുന്നത്? കേക്കാണോ അത്? വിഷം. കഴിച്ചിട്ട് വയ്യ. ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ വാങ്ങി വലിച്ചെറിയാൻ വേണ്ടിയിട്ടാണല്ലേ നിന്റെ മമ്മി നിന്നെ പിന്നെ വിട്ടത്? എന്റെ മമ്മി അതിനൊന്നും അല്ല വിട്ടത്. ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് കരുതിയ. ചീന ഫ്രൂട്ട്സ്. ഞാൻ പോകുന്നു. നീ വലിച്ചെറിഞ്ഞ ഫ്രൂട്ട്സിന്റെ കാശ് താടി. കാശ് എന്റെ മമ്മി ആദ്യം തന്നപ്പോ നിനക്കൊന്നും വേണ്ടായിരുന്നല്ലോ. അത് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടാ. ഇതിപ്പോ നിങ്ങളുടെ സാധനത്തിന്റെ പൈസയാ ചോദിക്കുന്നേ. തരാൻ മനസ്സില്ല.
മക്കളെ കച്ചവടം എന്തായി? അയ്യോ ഇതൊക്കെ ആരാ നിലത്തിട്ടേക്കണേ? അതെ ഇവിടെ അകളെ നാശം പിടിച്ചു കൊച്ചേ ഞങ്ങളുടെ ഫ്രൂട്ട്സും കേക്കും എല്ലാം വലിച്ചെറിഞ്ഞ് ഇതിന്റെ കാശാന്നില്ലല്ലേ. എന്തിനാ മോളെ വലിച്ചെറിഞ്ഞേ? ഓ വലിച്ചെറിഞ്ഞ എന്തിനാന്ന്? ഞാൻ കേക്കും ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്ത് കഴിച്ചു. വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ. ഒരു കാശിന് കൊള്ളൂല ആൾക്കാരെ പറ്റിക്കാൻ. അതാ ഞാൻ എറിഞ്ഞേ. നോണ പറയാതെ മോളെ, കണ്ടാലേ അറിയാലോ ഇവരെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വന്നതാണെന്ന്. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സും കേക്കും വാങ്ങി കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ നോണ പറയില്ലേട്ടോ മോളെ. അത് അങ്കിളേ, എന്തായാലും കുട്ടി കാണിച്ചത് മോശമായി പോയി. ഞാൻ ഇവിടെ കട നടത്തുന്ന ആളാ. ഒരു കസ്റ്റമറും ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇത്ര ചെറുതിലെ ഒരു കാര്യം ചെയ്യും, മോക്ക് തക്കതായ ശിക്ഷ കിട്ടണം. മോളുടെ സ്കൂൾ ഏതാ? അവിടുത്തെ ടീച്ചർമാരെ ഒന്ന് വിളിക്കട്ടെ. മോളുടെ പാരന്റ്സ് ഏതാ? അവരെ ഒന്ന് അറിയിക്കണം. ഇങ്ങനെ അഹങ്കാരം പാടില്ലല്ലോ. ഞാനല്ല അങ്കിളെ, എന്റെ മമ്മി പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചെയ്ത്. മമ്മി അവൾ ഓടിയല്ലോ. അങ്കിളെ, അത് എന്നെ കൂടി പഠിക്കുന്ന കുട്ടിയാ. ഞങ്ങളുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലാ. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കണേ. എന്തായാലും ഭക്ഷണ സാധനം വലിച്ചെറിഞ്ഞത് മോശമായിപ്പോയി. ഇതിന്റെ പൈസ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങണം. തീർച്ചയായും വാങ്ങും അങ്കിളെ. ഞങ്ങളുടെ വീട്ടിലൊന്ന് എത്തിക്കോട്ടെ. അവളുടെ മമ്മീനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ പൈസ നിങ്ങൾ എന്തായാലും വാങ്ങും. അവളുടെ ടീച്ചറിനോട് ഒന്ന് പറയണം അവളുടെ ഈ പ്രവൃത്തി. പേടിച്ചു തോറി. അമ്മയുടെ വാക്കും കേട്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് കണ്ടം വഴി ഓടിയല്ലോ.